ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ കാലത്ത് ഓൺലൈൻ ജോബ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവരെല്ലാവരും ലാപ്ടോപ്പിൽ നെറ്റ് കണക്ട് ചെയ്ത് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ നെറ്റ് കണക്ട് ചെയ്തായിരിക്കും ഓൺലൈൻ ജോലി ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ വിൻഡോസ് 10 ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്. ഈ വൈഫൈ ഓട്ടോമാറ്റിക്കായിട്ട് ഡിസ്കണക്റ്റ് ആയി പോകാറുണ്ട്. അപ്പോൾ ഡിസ്കണക്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എഗെയിൻ നമ്മൾ വൈഫൈ സെറ്റിംഗ്സ് എടുത്ത് വൈഫൈ കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ സ്ഥിരമായിട്ട് ഓൺലൈൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഓൺലൈൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഇതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നാം. ഈ ഇഷ്യൂ പരിഹരിക്കാനായിട്ട് കിടിലൻ ഒരു ടിപ്പായിട്ടാണ് ടാലന്റ് ഫോർ ടെക് ഇന്നത്തെ വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ടാലന്റ് ഫോർ ടെക്കിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടിപ്പ് നമ്പർ 1. നിങ്ങളുടെ ഡെസ്ക്ടോപ്പിൽ ദിസ് പി സി എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. ആ ഓപ്ഷനിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്താൽ താഴേക്ക് വരുന്ന മെനു ബാറിൽ മാനേജ് എന്നൊരു ഓപ്ഷൻ കാണും. ആ മാനേജ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു വിൻഡോ ഓപ്പൺ ആയി വരും. ആ വിൻഡോയിൽ ഡിവൈസ് മാനേജർ എന്നൊരു ഓപ്ഷൻ നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റൈറ്റ് സൈഡിലേക്ക് വരുന്ന ഒരു മെനുവിൽ നെറ്റ്വർക്ക് അഡാപ്റ്റേഴ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ കുറച്ച് ഡീറ്റെയിൽസ് താഴേക്ക് എക്സ്പാൻഡ് ആയി വരുന്നത് കാണാൻ പറ്റും. അതിൽ നിങ്ങളുടെ വൈഫൈയുടെ ഡ്രൈവർ അവൈലബിൾ ആയിരിക്കും. ഏതാണ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത ഡ്രൈവർ, ആ ഡ്രൈവറിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ വേറൊരു ബോക്സ് ഓപ്പൺ ആയി വരുന്നത് കാണാൻ പറ്റും. അതിലുള്ള ഓപ്ഷൻസിൽ പവർ മാനേജ്മെൻറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അലോ ദി കമ്പ്യൂട്ടർ ടു ടേൺ ഓഫ് ദിസ് ഡിവൈസ് ടു സേവ് പവർ എന്നൊരു ഓപ്ഷൻ ടിക്ക് ചെയ്തേക്കുന്നതായിട്ട് കാണാൻ പറ്റും. ആ ചെക്ക് ബോക്സിലെ ആ ടിക്ക് അങ്ങ് റിമൂവ് ചെയ്യുക. ടിക്ക് റിമൂവ് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങളുടെ സിസ്റ്റം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കുക. ഈ പറഞ്ഞ ഡിസ്കണക്റ്റ് ആകുന്ന പ്രോബ്ലം പരിഹരിച്ചോ ഇല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യുക. ടിപ്പ് നമ്പർ 2. കൺട്രോൾ പാനൽ ഓപ്പൺ ചെയ്യുക. കൺട്രോൾ പാനൽ ഓപ്പൺ ചെയ്ത് അതിൽ നോക്കിയാൽ പവർ ഓപ്ഷൻസ് എന്നൊരു ഓപ്ഷൻ അവിടെ അവൈലബിൾ ആണ്. അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്ന വിൻഡോയിൽ ചേഞ്ച് പ്ലാൻ സെറ്റിംഗ് എന്നൊരു ഓപ്ഷൻ അവിടെ അവൈലബിൾ ആണ്. അത് ക്ലിക്ക് ചെയ്യുക. അവിടെ ചേഞ്ച് അഡ്വാൻസ്ഡ് പവർ സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ വരുന്ന വിൻഡോയിൽ വയർലെസ് അഡാപ്റ്റർ സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് എക്സ്പാൻഡ് ചെയ്യുക. എക്സ്പാൻഡ് ചെയ്ത് വരുമ്പോൾ പവർ സേവിംഗ് മോഡ് എന്നൊരു ഓപ്ഷൻ വരും. അതും എക്സ്പാൻഡ് ചെയ്യുക. എക്സ്പാൻഡ് ചെയ്താൽ ഇവിടെ നോക്കിയാൽ കാണാം ഓൺ ബാറ്ററി മീഡിയം പവർ സേവിംഗ് എന്നാണ് കിടക്കുന്നത്. അത് മാറ്റി മാക്സിമം പെർഫോമൻസ് എന്ന ഓപ്ഷൻ കൊടുക്കുക. നെക്സ്റ്റ് വൺ പ്ലഗ്ഡ് ഇൻ എന്ന ഓപ്ഷനും മീഡിയം പവർ സേവിംഗ് ആകാം. വേറെ എന്ത് ഓപ്ഷൻ ആണെങ്കിലും അതിനെ മാക്സിമം പെർഫോമൻസ് എന്നാക്കി കൊടുക്കുക. അപ്പോൾ ഈ രണ്ട് ഓപ്ഷനും മാക്സിമം പെർഫോമൻസ് എന്ന് തന്നെ ആക്കി കൊടുക്കുക. എന്നിട്ട് അപ്ലൈ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ഈ ഒരു സെറ്റിംഗ്സ് ചേഞ്ച് ചെയ്തതിന് ശേഷം സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്യുക. ടിപ്പ് നമ്പർ 3. നിങ്ങളുടെ സെർച്ച് ബാറിൽ സർവീസസ് എന്ന് സെർച്ച് ചെയ്യുക. സർവീസസ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ ടോപ്പിൽ തന്നെ സർവീസസ് ആപ്പ് എന്ന് കാണിക്കും. അത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡയലോഗ് ബോക്സ് വരുന്നുണ്ട്. അതിൽ ഏറ്റവും താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ WLAN ഓട്ടോ കോൺഫിഗർ എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ ഈ സ്റ്റാർട്ടപ്പ് ടൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിപ്പോൾ മാനുവൽ എന്നാണ് കിടക്കുന്നത്. ഇവിടെ ഒരു 4 ഓപ്ഷൻ അവൈലബിൾ ആണ്. അതിൽ ഏത് ഓപ്ഷനാണ് നിങ്ങൾ കിടക്കുന്നതെങ്കിലും അത് ചേഞ്ച് ചെയ്ത് ഓട്ടോമാറ്റിക് എന്ന് തന്നെ ആക്കി കൊടുക്കുക. ഓട്ടോമാറ്റിക് എന്നാണ് കിടക്കുന്നതെങ്കിൽ അതൊരു മാറ്റവും വരുത്തണ്ട, അതേപോലെ തന്നെ ഇട്ടിരുന്നാൽ മതി. വേറെ ഏതാണെങ്കിലും അതിനെ ഓട്ടോമാറ്റിക് എന്നാക്കി സെലക്ട് ചെയ്ത് കൊടുക്കുക. ഈ സ്റ്റാറ്റസ് സ്റ്റോപ്പ് ചെയ്യുക. സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം എഗെയിൻ സ്റ്റാർട്ട് ചെയ്യുക. ഈ ഒരു വർക്ക് കൂടെ, ഈ ഒരു പ്രോസസ്സ് കൂടെ അവിടെ ചെയ്യാനുണ്ട്. ഇത്രയും ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യുക, ഓക്കെ കൊടുക്കുക. സിസ്റ്റം എഗെയിൻ സ്റ്റാർട്ട് ചെയ്യുക. നെക്സ്റ്റ് ടിപ്പ് ട്രൈ ചെയ്ത് നോക്കുക. അതിനായി ദിസ് പി സി സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. മാനേജ് എന്ന ഓപ്ഷൻ എടുക്കുക. നമ്മൾ നേരത്തെ ചെയ്ത ടിപ്പ് തന്നെയാണ്. മാനേജ് എന്ന ഓപ്ഷൻ എടുക്കുക. അവിടെ ഡിവൈസ് മാനേജർ എന്ന ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെറ്റ്വർക്ക് അഡാപ്റ്റേഴ്സ് എന്നൊരു ഓപ്ഷൻ വരും. അതിൽ നിങ്ങളുടെ ഡ്രൈവർ ഏതാണോ ആ ഡ്രൈവർ സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് അൺഇൻസ്റ്റാൾ ഡിവൈസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ ചോദിക്കും അൺഇൻസ്റ്റാൾ ചെയ്യണമെന്ന് ചോദിക്കും. ഇവിടെ അൺഇൻസ്റ്റാൾ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സിസ്റ്റത്തിലുള്ള വൈഫൈ ഡ്രൈവർ അൺഇൻസ്റ്റാൾ ആകും. അതിനുശേഷം നിങ്ങൾ സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്യുക. സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിൻഡോസ് 10 ഓട്ടോമാറ്റിക്കലി തന്നെ നമ്മുടെ വൈഫൈ ഡ്രൈവർ ഇൻസ്റ്റാൾ ആവുകയും ഈ ഒരു നിങ്ങളുടെ ആ ഒരു ഇഷ്യൂ പരിഹരിക്കുകയും ചെയ്യും. നെക്സ്റ്റ് ടിപ്പ് നമ്പർ 5. നിങ്ങളുടെ ടാസ്ക് ബാറിൽ നമ്മുടെ വൈഫൈയുടെ ഓപ്ഷൻ അവൈലബിൾ ആണ്. അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കണക്ട് ചെയ്തേക്കുന്ന വൈഫൈ ഏതാണ് അതിൻ്റെ പേര് കാണാൻ പറ്റും. ആ വൈഫൈയുടെ പ്രോപ്പർ
പ്രോപ്പർട്ടീസ് സെലക്ട് ചെയ്യുക. പ്രോപ്പർട്ടി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അതിൻ്റെ സെറ്റിങ്സിലേക്ക് പോകും. ഇവിടെ നെറ്റ്വർക്ക് പ്രൊഫൈൽ പബ്ലിക് ആണോ പ്രൈവറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. പബ്ലിക് ആണ് കിടക്കുന്നതെങ്കിൽ അതിനെ പ്രൈവറ്റ് എന്ന ഓപ്ഷൻ ടിക്ക് ചെയ്ത് കൊടുക്കുക. ടിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം വൈഫൈ നിങ്ങൾ ഡിസ്കണക്ട് ചെയ്തതിന് ശേഷം അഗെയിൻ കണക്ട് ചെയ്യുക. അപ്പോൾ ആ ഒരു ഇഷ്യൂ പരിഹരിക്കപ്പെടുന്നതായിരിക്കും. ലാസ്റ്റ് ആൻഡ് ദി ഫൈനൽ ടിപ്പ്, നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന വൈഫൈ ഡ്രൈവർ അപ്ഗ്രേഡ് ചെയ്യുക, അല്ല എന്നുണ്ടെങ്കിൽ അതിനെ റീഇൻസ്റ്റാൾ ചെയ്യുക. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് അതിന് മുന്നേ നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ, നിങ്ങളുടെ ലാപ്ടോപ്പോ ഡെസ്ക്ടോപ്പോ ഏതാണോ അതിൻ്റെ നെയിം നോട്ട് ചെയ്യുക. കൂടെ തന്നെ അതിൻ്റെ സീരിയൽ നമ്പർ നോട്ട് ചെയ്യുക. HP ആകാം, ലെനോവോ ആകാം, ഡെൽ ആകാം, ഏതാണോ ആ നെയിം നോട്ട് ചെയ്യുക. ഇപ്പോൾ എൻ്റെ ലാപ്ടോപ്പ് HP ആണ്. അതിനായിട്ട് ഇപ്പോൾ ഞാൻ HP ലാപ്ടോപ്പ് ഡ്രൈവേഴ്സ് എന്ന് സെർച്ച് ചെയ്തു. അപ്പോൾ സെർച്ച് ചെയ്ത് വരുന്ന ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് അവിടെ അവൈലബിൾ ആണ്. ഇതിപ്പോൾ HP ആയതുകൊണ്ട് HP സപ്പോർട്ടാണ്. ഇപ്പോൾ ലെനോവോ ഡെൽ ആണെങ്കിൽ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് തന്നെ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന വിൻഡോയിൽ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും, അവിടെ ഓപ്ഷൻ വരുന്നുണ്ട്. അതിൽ ലാപ്ടോപ്പ് ആണ്. ഇത് ലാപ്ടോപ്പ് എന്ന ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സീരിയൽ നമ്പർ എൻ്റർ ചെയ്യാനുള്ള ഒരു സ്പേസ് അവൈലബിൾ ആണ്. അവിടെ നിങ്ങൾ നോട്ട് ചെയ്തിട്ടുള്ള നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ സീരിയൽ നമ്പർ എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്തതിന് ശേഷം സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഓപ്പണായി വരുന്ന വിൻഡോയിൽ ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ആ വിൻഡോയിൽ ഇവരുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വൈഫൈ ഡ്രൈവേഴ്സ് അവൈലബിൾ ആയിരിക്കും. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് റീഇൻസ്റ്റാൾ ചെയ്യുക. അത് ചെയ്യുന്നത് വഴി നിങ്ങളുടെ സിസ്റ്റത്തിൽ നിങ്ങളുടെ വൈഫൈ ഡ്രൈവർ റീഇൻസ്റ്റാൾ ആവുകയോ അല്ലെങ്കിൽ അപ്ഗ്രേഡ് ആവുകയോ ചെയ്യുന്നതായിരിക്കും. അതുവഴി നിങ്ങളുടെ ആ ഡിസ്കണക്റ്റ് ആകുന്ന ഇഷ്യൂ ഫുള്ളായിട്ട് പരിഹരിക്കപ്പെടുന്നതായിരിക്കും. കണ്ടിന്യൂസ് ആയിട്ട് ഓൺലൈൻ ജോബ് ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ ഓൺലൈനായിട്ട് സ്റ്റഡി ചെയ്യുന്നവർക്കോ നിരന്തരം അനുഭവപ്പെടുന്ന ഈ ഒരു ഡിസ്കണക്റ്റിംഗ് ഇഷ്യൂ പരിഹരിക്കാനുള്ള ചില ബേസിക് ആയിട്ടുള്ള ചില സിമ്പിൾ ആയിട്ടുള്ള ടിപ്സ് ആണ് ടാലന്റ് ഫോർ ടെക് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്തത്. വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് അത് കാണുന്നതിന് വേണ്ടി വീഡിയോ ഷെയർ ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്